ഞാനിവിടെ എടുക്കുന്നത് 10.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത്. അതായത് 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനും അതേപോലെ താഴെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സീം അലവൻസ് ആണ്. അതും കൂടി ചേർത്തിട്ടാണ് 10.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വരുമ്പോൾ 9.5 ഇഞ്ചായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഹൈറ്റുള്ള ഒരു വാവയായതുകൊണ്ടാണ് 9.5 ഇഞ്ച് എടുത്തത്. നമുക്ക് സാധാരണ 9 ഇഞ്ച് എടുത്താലും നോർമലി ഈ ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് കറക്റ്റായിരിക്കും. സോ ക്ലിയർ ആയി ഉണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ബാക്ക് നെക്ക് കുറച്ച് നല്ല ഇറക്കിയിട്ടൊരു വി ഷേപ്പ് കൊടുത്തിട്ട് നമ്മുടെ ഒരു ബാൾ ഗൗണിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ട്രഡീഷണലിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെക്ക് കുറച്ച് വൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 4.5 ഇഞ്ചാണ് ആകെ ഷോൾഡർ കൊടുക്കുന്നുള്ളൂ, ടോട്ടൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള അലവൻസും കൂടി ചേർത്തിട്ട് ആകെ 4.5 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് താഴേക്ക് ആം ഹോള് 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാൻ കാരണം അവിടെ നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, അതിനാണ്. അപ്പോൾ 4.5 ഇഞ്ച് ഞാൻ 1/2 ഇഞ്ചിൻ്റെ താഴേക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മുകളിലത്തെ വരയിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ ചെസ്റ്റ് അളവൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. വേറെ ഒന്നുമില്ല, അവരുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ചുറ്റുമുള്ള ചെസ്റ്റ് അളവ് 22 എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 5.5 ഇഞ്ച് കിട്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, പ്ലസ് 1/2 ഇഞ്ച് ചേർക്കുമ്പോൾ 6 ഇഞ്ച്, പ്ലസ് ഒരു 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ഇടാം. സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ 2 ഇഞ്ച് ഇട്ടോളൂ, പിന്നെ നമുക്ക് ലാസ്റ്റ് വെട്ടിക്കളഞ്ഞാൽ മതി. അതേപോലെയാണ് നമ്മൾ താഴെയും വേസ്റ്റ് റൗണ്ട് എടുക്കുക, അതിൻ്റെ 4ൽ 1 ഭാഗം കാണുക, പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് ഈസിന് വേണ്ടി അല്ലെങ്കിൽ ലൂസിന് വേണ്ടി ഇട്ട് കൊടുക്കുക, പ്ലസ് ഒരു 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക സീം അലവൻസ്. അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ച് ചെസ്റ്റും 5.5 ഇഞ്ച് വേസ്റ്റുമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആരുടെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ 1/2 ഇഞ്ച് ഈസ് ഇട്ടാൽ തന്നെ കറക്റ്റായിരിക്കും. ഇനി നമ്മൾ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ആം ഹോളിൻ്റെ ലെങ്ത്തിലേക്ക് ഇങ്ങനെ ചെരിച്ചൊരു മാർക്കിങ് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കാം. അതിങ്ങനെ ആ വരയിൽ കൂടെ ഞാനിപ്പോൾ ഈ കാണുന്ന പോലെ വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ വലിയ ആളുകൾക്ക് വരയ്ക്കുന്ന പോലെ കറക്റ്റ് ആ വരയിലേക്ക് ഇങ്ങനെ വെക്കാതെ കുറച്ചിങ്ങനെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു ആം ഹോളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ അവിടെ ഒരു ഇറുക്കം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്ന കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഈ വരകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ നമ്മളൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തിങ്ങനെ വരച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഫ്രോക്ക് അടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ താഴെ ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊരു തൂങ്ങലുണ്ടാവും. അത് വരാതിരിക്കാനാണ് ഇങ്ങനൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ കയറ്റി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത്, അതായത് കഴുത്ത് ഇറക്കാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ 1/2 ഇഞ്ചിൻ്റെ മുകളിലേക്ക് തന്നെയാണ് കയറ്റി വെച്ചിട്ടുള്ളത്. ടോട്ടൽ 3 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നുള്ളൂ. 2 ഇഞ്ച് വിഡ്ത്തും ഇറക്കം 3 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക്. ഓക്കെ, ബാക്ക് നെക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ല താഴേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു വി നെക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നമുക്ക് ഇത് കട്ട് ചെയ്ത ശേഷം ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒരു യു ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വൈഡ് യു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ ഞാനിങ്ങനെ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള നമ്മളുടെ പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യാൻ ഇതുപോലെ കുറച്ച് ചെറിയൊരു കട്ട് ഇങ്ങനെ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രണ്ടിലൊരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മളൊരു ആം ഹോളിൻ്റെ അവിടെ വളരെ കുറച്ച് കേട്ടോ, 1/4 ഇഞ്ച് തന്നെ വേണമെന്നില്ല കുട്ടികളായതുകൊണ്ട്, വളരെ കുറച്ച് കയറ്റിയിട്ടൊന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്കൊന്ന് കർവ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുത്തിട്ട് നെക്ക് ഡെപ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഇഞ്ച് തന്നെയാണ്. നെക്ക് ഡെപ്ത്ത് ഞാനിവിടെ 8 ഇഞ്ച് കൊടുത്തിട്ട് ചെറിയൊരു ബെൻഡഡ് ആയിട്ടുള്ളൊരു വി ആണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് കട്ട് ചെയ്തത് ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു. പക്ഷേ ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു
ഹാഫ് ഇഞ്ച് ഉണ്ടല്ലോ അത് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക് വിട്ട് കൂടി പോവുക കുറഞ്ഞു പോവുക അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാതെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാൻ എത്ര തുണി വേണം, എങ്ങനെ പ്ലീറ്റ് ഇടണം എന്നൊക്കെ കൺഫ്യൂഷനാണ് കുറേ പേർക്ക്. അതിനായിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് പറയാം. നമ്മൾ 4 മടക്കിയ തുണിയിൽ വേസ്റ്റ് റൗണ്ടിന് 4 മാർക്ക് ചെയ്തത് എത്രയാണ്? 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതായത് അത് നിവർത്തി വെക്കുമ്പോൾ ടോട്ടൽ 11 ഇഞ്ചാണ് സീം അലവൻസ് ചേർക്കാതെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 11ൻ്റെ 3 ഇരട്ടി തുണി കണക്കാക്കുക, അതായത് 33 ഇഞ്ച് പ്ലസ് നമ്മളുടെ 2 സൈഡിക്കും നമ്മൾ 1.5 ഇഞ്ച് വീതം നമ്മൾ സീം അലവൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 33ൻ്റെ കൂടെ ആ ഒരു 2 സൈഡിക്കും കൂടിയുള്ള സീം അലവൻസ് ആയിട്ടുള്ള 3 ഇഞ്ചും കൂടി ചേർക്കുമ്പോൾ 1.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് 36 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ട തുണി. അതേപോലെ ബാക്കിലേക്കും ഒരു 36 ഇഞ്ച് തുണി വേണം. ഇനി നമുക്ക് താഴെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കാൽക്കുലേഷൻ എഴുതി കാണിച്ചു തരാം. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചാണെന്ന് വിചാരിക്കുക. ഓക്കെ, 25 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതിലെ ബോഡീസ് ലെങ്ത്ത്, അതായത് മുകളിലുള്ള ആ പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 10.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. ഇനി സ്കേർട്ട് പാർട്ട് ലെങ്ത്ത് കിട്ടാനായിട്ട് നമ്മളുടെ ടോട്ടൽ ഫ്രോക്ക് ലെങ്ത്ത് നിന്ന് നമ്മളുടെ ബോഡീസ് പാർട്ടായിട്ടുള്ള 9.5 ഇഞ്ച് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 14.5 ഇഞ്ച് കിട്ടും. ഇനി നമുക്ക് ഈ ബോഡീസ് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് മുകളിൽ നമുക്ക് സീം അലവൻസ് വേണ്ടി വരും. അതേപോലെ ബോർഡർ ഇല്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ താഴെ മടക്കി അടിക്കാനും 1 ഇഞ്ച് വേണ്ടി വരും. നിങ്ങൾ ബോർഡർ ഉള്ള ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 14.5 പ്ലസ് 1/2 ഇഞ്ചും കൂടി ചേർക്കുമ്പോൾ 15 ഇഞ്ചിൽ നിങ്ങൾക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുക്കാം, സ്കേർട്ട് പാർട്ട്. എനിക്കിവിടെ ബോർഡർ ഇല്ലാത്ത ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ താഴെ മടക്കി അടിക്കാൻ 1 ഇഞ്ചും കൂടി ചേർത്തിട്ട് ടോട്ടൽ 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ട് 14.5 പ്ലസ് 1.5 16 ഇഞ്ചിലാണ് ഞാൻ ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത്തും കിട്ടി. നേരത്തെ തന്നെ നമുക്ക് വിഡ്ത്തും 36 ഇഞ്ച് ഒരു സൈഡിലേക്ക് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം.